ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീണ്ടും ടെറസ് കിച്ചൺ തന്നെയാണ്. നമ്മുടെ ഈ ക്രിസ്മസ് സീരീസ് കംപ്ലീറ്റ് ആയിട്ട് 2025 ടെറസ് കിച്ചൺ കൈയടക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നു മനസ്സിലായി. ഈ സീരീസിലെ വിഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. കാരണം ഞാൻ എടുക്കുന്ന എഫേർട്ട് എത്രയാണെങ്കിലും അത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഗ്യാപ്പ് കുറവാണ്. കാരണം നമുക്ക് 24th വരെയല്ലേ എപ്പിസോഡ്സ് കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് താമസിച്ചില്ല, അത് കാരണമാണ് ഗ്യാപ്പ് ഇല്ലാണ്ട് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടാലും കുഴപ്പമില്ല. ഓക്കെ, ക്രിസ്മസ് കഴിഞ്ഞും കാണാമല്ലോ. എല്ലാ ഐറ്റവും നമുക്ക് ക്രിസ്മസിന് ഉണ്ടാക്കണം എന്നില്ല. അല്ലാതെ പിന്നെ ഇപ്പോൾ പുഡിങ്സൊക്കെ ആണെങ്കിൽ എല്ലാം എപ്പോഴും വേണമെന്നില്ല, മാറി മാറി ഇത് ചെയ്യാമല്ലോ. എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു കേക്കാണ്. ദിസ് കേക്ക് ഈസ് വെരി സ്പെഷ്യൽ. അതായത് നമ്മൾ പല ടൈപ്പ് ഓഫ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ. നമ്മുടെ എൽഎൻ വ്ളോഗ്സിലുണ്ട്. ഞാൻ ഒരുപാട് കേക്ക്സ് പല രീതിയിൽ, ഈവൻ മാജിക് ഓവനിൽ കുറേ കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എൽഎൻ വ്ളോഗ്സിൽ ഇതുവരെ ഉണ്ടാക്കിയ കേക്ക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു കസ്റ്റേർഡ് ലോഫ് കേക്ക് ഉണ്ടാക്കാം. ലോഫ് കേക്ക് എന്ന് പറയുമ്പോൾ ബ്രെഡ് പോലെ ഇതുപോലെ ലോഫ് ടിന്നിൽ വെച്ചിട്ട് ചെയ്യാം. ഇതേ സാധനം വേണമെങ്കിൽ റൗണ്ടായിട്ടും ചെയ്യാം, പ്രശ്നമില്ല. റെക്റ്റാങ്കിളായിട്ട് ചെയ്യാം, സ്ക്വയറായിട്ട് ചെയ്യാം, എന്താണെങ്കിലും ചെയ്യാം. പക്ഷേ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളിങ്ങനെ ലോഫ് ടിന്നിൽ ചെയ്യുമ്പോൾ. ഇതൊരു കസ്റ്റേർഡ് കേക്കാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടാവും നോക്കണ്ടേ. കസ്റ്റേർഡ് കേക്ക്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഇത്രേ ഉള്ളൂ. ആദ്യം ഒരു കസ്റ്റേർഡ് ഉണ്ടാക്കണു. ദാറ്റ് ഈസ് വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ്. ഇനി അല്ല വാനില ഫ്ലേവേർഡ് വേണ്ട, സ്ട്രോബെറി ഫ്ലേവേർഡാണ് വേണ്ടെങ്കിൽ ആ കസ്റ്റേർഡ് പൗഡർ, സ്ട്രോബെറി ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡർ മേടിച്ചാൽ മതി. അപ്പോൾ ആദ്യം കസ്റ്റേർഡ് ഉണ്ടാക്കാം. അതൊന്ന് തണുത്തിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം ഇതിപ്പോൾ ഒരു ഹീപ്ഡ് ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കുമിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. ആദ്യം 1/4 കപ്പ് പാല്. ഇത് വാനില ഫ്ലേവേർഡാണ്, അതാണ് ഒരു ചെറിയൊരു യെല്ലോ കളർ. 1/4 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം, കട്ടയില്ലാണ്ട്. അങ്ങനെ കട്ടയൊന്നും പിടിക്കില്ല. നമ്മൾ ചൂട് പാലൊന്നും എടുത്ത് ഉടനെ ഒഴിക്കാണ്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് തണുത്ത പാലോ റൂം ടെമ്പറേച്ചർ പാലോ വെച്ചിട്ടാണെങ്കിൽ സ്മൂത്തായിട്ട് കിട്ടും. ദിസ് ഈസ് ദ വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡർ. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തു. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂണാണ്. അത് ഹീപ്ഡായിട്ടാണ് എടുക്കേണ്ടത്. ടേബിൾ സ്പൂൺ നിറച്ചിരിക്കണം. ഓക്കെ, അതായി. ഇതൊരു സൈഡിലിരിക്കണം. അതോടൊപ്പം ഇനി ചെയ്യാൻ പോകണമായിരുന്നു നോക്കിക്കോളൂ. 1 കപ്പ് പാൽ. 240 ml കപ്പ് അല്ലെങ്കിൽ 250 ml, രണ്ടാണെങ്കിലും ഓക്കെയാണ്. നിങ്ങൾ ഏത് കപ്പാണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ എല്ലാത്തിനും ഉപയോഗിക്കാം. ഇതിപ്പോൾ 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. ഇത് കസ്റ്റേർഡിന് വേണ്ടിയിട്ടാണ്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം. അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു തിക്കായിട്ടുള്ളൊരു കസ്റ്റേർഡാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ചൂടായി ഏതാണ്ട് തിളയ്ക്കാറാകുമ്പോൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിശ്രിതം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴല്ല, ഇത് പാൽ ഏതാണ്ട് തിളയ്ക്കാറാകുമ്പോൾ. നന്നായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഉടനെ തന്നെ തിളയ്ക്കും. അപ്പോൾ ഈ സമയം നമുക്കൊരു കാര്യം ചെയ്യാം. കസ്റ്റേർഡ് കലക്കിയ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കൈയെടുക്കാണ്ട് ഇളക്കുക. ഇപ്പോൾ കുറുകി തുടങ്ങി. സ്മൂത്ത്. നമ്മളിങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോഴേ നോക്കിക്കോളൂ, അതിങ്ങനെ നല്ല ക്രീമി ആയിട്ട് വരും. യെസ്, കസ്റ്റേർഡ് റെഡിയായി കഴിഞ്ഞു. തിള വന്നു തുടങ്ങി. യെസ്, ഇത്ര മതി. തിളച്ചും കഴിഞ്ഞു. ഓക്കെ, തീ ഓഫ് ചെയ്യുന്നു. ഇതൊരു സൈഡിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കും. നന്നായിട്ട് തണുക്കട്ടെ. കാര്യം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് ഈ ഒരു റൂം ടെമ്പറേച്ചർ ഉണ്ടാവണം. ചൂടുപാടില്ല. മാറ്റി വയ്ക്കാം. ഓക്കെ, കസ്റ്റേർഡ് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് മൈദമാവ്. ഇതിപ്പോൾ 2 കപ്പ് മൈദമാവ് അളന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം 240 ml എടുക്കുന്നത്. അത് കാരണം എല്ലാം ആ കപ്പ് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഹീപ്ഡായിട്ട് എടുത്ത് ബേക്കിംഗ് പൗഡർ, അത് ഈ 2 കപ്പ് മൈദമാവിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് ഇടഞ്ഞെടുക്കാം. ഞാൻ അളന്നതാണ്. കറക്റ്റ് 1 ടീസ്പൂൺ നിറച്ചുണ്ട്. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം.
ജസ്റ്റ് വൺസ് ഒരു നുള്ള് ഫുള്ളില്ല, ഒരു ഹാഫ് പിഞ്ച് എന്ന് പറയാം, അര നുള്ള്. ആദ്യത്തെ മിക്സിങ് കഴിഞ്ഞു. അരിപ്പയിലൂടെ ഒന്ന് ഇടഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് കിട്ടും. 1-2 പ്രാവശ്യം വേണമെങ്കിൽ ഇടയാം, പക്ഷെ മതി, അതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തിരിച്ച് ബൗളിലേക്ക് തന്നെ വയ്ക്കണം. ഓക്കെ, ഇത് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് തണുക്കാൻ വെച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ തിക്കറായിട്ട് വരും. ആക്ച്വലി ഈ ടെറസ് കിച്ചണിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര കൺവീനിയൻ്റാണ്, കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ബേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാര്യം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വർക്കിംഗ് സ്പേസ്. ഈ പാതകപ്പുറം എന്ന് പറയുന്ന ഏരിയ കുറച്ച് കൂടുതൽ. ഇത് കുറച്ച് നല്ല വീതിക്കല്ലേ ചെയ്തിരിക്കുന്നത്. അടുത്ത് തന്നെ പൈപ്പുണ്ട്, എല്ലാം നമ്മുടെ കൈ എത്തുന്ന ദൂരത്താണ്. ഓവൻ ഇതിപ്പോൾ മോഫി റിച്ചാർഡ്സിൻ്റെയാണ്, 40 ലിറ്ററിൻ്റെയാണ് നമ്മുടെ. ഓക്കെ, ഇതിലാണ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ ടെമ്പറേച്ചർ ഇതിന് 180 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണ്. ഒരു 150-160 ഇടയ്ക്കുള്ള ടെമ്പറേച്ചറിൽ കൊടുക്കാം. മുകളിലും താഴെയും കോയിലുണ്ട്. ഞാൻ വിചാരിക്കുന്നു താഴത്തെ കോയിൽ മാത്രം ആദ്യം ഓൺ ചെയ്തിട്ട് ഇത് നല്ലതായിട്ട് റേസായി വന്നു കഴിഞ്ഞിട്ട് ഏതാണ്ടൊക്കെ ആയിക്കഴിയുമ്പോൾ ഒരു പകുതിയാവുമ്പോൾ മുകളിലത്തെ കോയിലും കൂടി കൊടുക്കാം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് താഴത്തെ കോയിൽ വേണമെങ്കിൽ ഓഫും ചെയ്യാം. എല്ലാം കൂടി ഒരു 30-40 മിനിറ്റ്സിനകത്ത് സമയം നോക്കാം. അതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായി മോർഫി റിച്ചാർഡ്സ് ഉപയോഗിച്ചിട്ട്. നമ്മുടെ ഈ കിച്ചണിൽ വരുന്നില്ലല്ലോ, ബേക്കിംഗ് കുറവാണല്ലോ, അതുകൊണ്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഈസ് ഗെറ്റിംഗ് റെഡി. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു 250 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണ തന്നെയാണ്. അതും ഒരു 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും റെഡി. അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യും. $200 കഴിഞ്ഞു. ഇനി ഒരു 50 grams ഓഫ് ബട്ടർ, അതിന് നേർപകുതി. എല്ലാം റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞു. സോ നോ വറീസ്. നമ്മുടെ ലോഫ് ടിന്നിലേക്ക് ബട്ടർ തടവിയ ബട്ടർ പേപ്പർ ഇടുന്നു. ഓക്കെ, ഇതിൻ്റെ ബേസിൽ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. സോ ഓൾറെഡി നോൺ സ്റ്റിക്ക് പാൻ. ഓക്കെ, പ്രസക്തമല്ല എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്നു, അത്രേ ഉള്ളൂ. ബട്ടർ നിങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ ലോഫ്റ്റിൻ, അതായത് നോൺ സ്റ്റിക്ക് അല്ലാത്ത ലോഫ്റ്റിനിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും 4 സൈഡിലും ബട്ടർ പേപ്പർ ഇടുന്നത് നല്ലതായിരിക്കും. ബട്ടർ പേപ്പർ ഇടുമ്പോഴും അതിലിച്ചിരി വെണ്ണ തടവി ഇട്ടാൽ കൂടുതൽ നല്ലത്. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ബേക്കിംഗ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് എന്ത് ബേക്കിംഗ് ആണെങ്കിലും, കേക്ക്സ് ആണെങ്കിലും എന്താണെങ്കിലും, ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ട് കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ മാവ് റേസായി വരില്ല, ഫൈനൽ ബാറ്റർ. അപ്പോൾ കേക്ക് ചിലപ്പോൾ ഡൗൺ ആയിപ്പോൾ. അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ കാര്യവും അതും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കാൻ പാടില്ല. അത് ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാവശ്യമുള്ള ടെമ്പറേച്ചർ എന്താണോ അത് കിട്ടിക്കൊണ്ടിരിക്കണം, എന്നാലേ കേക്ക് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്നത് ഡീഫ്ലാറ്റായി അത് ഇങ്ങനെ താന്നു പോകും. അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉണ്ടാക്കണ പാത്രത്തിൽ ഓവറായിട്ട് നിറച്ചാലും സ്പേസ് ഇല്ലാണ്ട് നടുക്ക് കുഴിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓരോ കേക്കിനും ഉണ്ടാക്കേണ്ട സൈസ്, ഇപ്പോൾ 1 കിലോയുടെ കേക്കാണെങ്കിൽ അത് ഏത് സൈസ്, എത്ര ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണെന്നൊക്കെ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇനി തുടങ്ങിയാലോ. ഇനി ഇതിൽ ബട്ടർ കണ്ടല്ലോ 250 grams. ഇനി ഇതിൽ ചേർക്കാൻ പോണത് 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. കസ്റ്റേർഡ് നല്ല തണുത്തിരിക്കുവാണ്, കറക്റ്റ് റൂം ടെമ്പറേച്ചറായി. ഇനി ബട്ടർ ആൻഡ് ഷുഗർ പൗഡർ. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് ആയി. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ബാക്കിയുണ്ട്, അതും കൂടി ചേർക്കാം.
ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഫുൾ പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞു. പൊടിച്ച പഞ്ചസാരയാണ്, പൗഡേർഡ് ഷുഗർ. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് 4 മുട്ട 1/1 ആയിട്ട് ചേർക്കാം. ഓരോന്ന് ചേർത്തിട്ട് അടിച്ചു കൊടുക്കാം. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് ഒഴിക്കണം എന്നില്ല. 1/1. ഇനി രണ്ടാമത്തെ മുട്ട ചേർക്കാം. ഒന്ന് കമ്പൈൻ ചെയ്യാനായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി തേർഡ് എഗ്, മൂന്നാമത്തെ മുട്ട. ഓക്കെ, നാലാമത്തെ ആൻഡ് ലാസ്റ്റ് ഫോർത്ത് വൺ. യെസ്, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. ഒന്ന് ചെറുതായിട്ട് സൈഡ്സ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ്, ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞു. ആ കസ്റ്റേർഡും കൂടി ചേർക്കാം. ദിസ് വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ്. തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് തിക്കായില്ലേ? ഓക്കെ, കാണുമ്പോൾ അറിയാമല്ലോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വാനില എസെൻസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്ലിയർ എസെൻസ് ആണുള്ളത്, വാനിലയുടെ. അതൊഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ ക്ലിയർ വാനില എസെൻസ്. അതാണ് കളറില്ലാത്തത്. അല്ലാത്ത വാനില, പണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന വാനില എസെൻസിന് ഒരു ബ്രൗൺ കളറല്ലേ. അപ്പോൾ ഇതൊരു കസ്റ്റർഡ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കസ്റ്റർഡ് മസ്റ്റ് ആണല്ലോ. അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ അടഞ്ഞു വെച്ചിരിക്കുന്ന മൈദ ബേക്കിംഗ് പൗഡർ കൂട്ട്. ഇതിപ്പോൾ 2 കപ്പ് മൈദ മാവിൽ 1 ടീസ്പൂൺ നിറച്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ മാവ് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡിങ് മീൻസ് നമ്മൾക്കിന്നെ ഫോൾഡും ചെയ്താൽ മതി, ബ്ലെൻഡ് ചെയ്യണം നിർബന്ധമില്ല. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് മിക്സ് ചെയ്യാം. സാവധാനം യോജിപ്പിച്ചാൽ മതി, കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം എല്ലാം കൂടി ചേർന്നിട്ട് മൈദ കൂട്ടും നമ്മുടെ കസ്റ്റേർഡും ബട്ടർ ഷുഗർ മിക്സ് എല്ലാം ഹോൾ തിങ് നല്ലൊരു രീതിയിൽ വരും. ബ്ലെൻഡർ വെച്ച് ഒരു ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ബ്ലെൻഡർ വെച്ച് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യും. ഭയങ്കര ബീറ്റിംഗ് ആവശ്യമില്ല, ജസ്റ്റ്. ഇനി ഹാൻഡ് ബ്ലെൻഡർ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, നമുക്ക് വിസ്ക് വെച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ നല്ലൊരു തടിത്തവി വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ മതി. മൂവ്മെൻറ്റ് ഒരേ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ കുഴപ്പമില്ല, നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. സോ ദ ബാറ്റർ ഈസ് ആക്ച്വലി റെഡി. കാണുമ്പോൾ അറിയാമല്ലോ, ഇറ്റ് ഈസ് നല്ല എയറി ആയിട്ടുള്ള നല്ലൊരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഇത് നിർബന്ധമില്ല, ഞാൻ വെറുതെ ചെയ്തേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലത്തെയും താഴത്തെയും കോയിൽ ഓണാണ്. ഓക്കെ, 150-ലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നോക്കട്ടെ. ഇനി ഈ സമയം ലോഫ്റ്റിനിലേക്ക് മാറ്റാം.
ഇത്രയുമേ ആവശ്യമുള്ളൂ. ഓക്കെ, ഓക്കെ, ഒരു പകുതിയും അതിനെക്കാട്ടി ഇച്ചിരി കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഈ ലൂഫ് ടിന്നിൻ്റെ അത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെന്തായാലും പൊങ്ങി വരുമല്ലോ, റൈസാകും. ഓക്കെ, അതിന് ടവലിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ടവലിട്ടു, കാര്യം അല്ലെങ്കിൽ ഭയങ്കര ശബ്ദമായിരിക്കും എൻ്റെ മുകളിലിട്ട് ഇങ്ങനെ അടിച്ചാൽ. ഒരു 20-25 പ്രാവശ്യം വരെ ടാപ്പ് ചെയ്യാം. 30 ആയാലും കുഴപ്പമില്ല. എയർ ബബിൾസൊക്കെ ഇതിനകത്ത് കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ റിലീസ് ചെയ്യാനും കൂടിയാണ്. യെസ്, മതി. ഒരു 40 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. നമ്മളുടെ ഓവൻ ഇസ് ഗോയിങ് ടു ബി റെഡി. അപ്പോൾ പ്രീ ഹീറ്റഡ് ആയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് വയ്ക്കുന്നു. 150 തന്നെ ഞാനിപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാണ്. ഇനി അകത്തേക്ക് വെച്ചിട്ട് ഞാൻ മുകളിലത്തെ കോയിൽ ചിലപ്പോൾ ഓഫ് ചെയ്യുന്നിട്ട് താഴത്തെ കോയിലിൽ നിന്ന് ചൂട് കൊടുക്കട്ടെ. പിന്നെ ബേക്കിംഗ് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ബട്ടർ ഓയിലി ഒരു ഫിനിഷിംഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് തിളപ്പിക്കണം വെള്ളം. എന്നിട്ട് ആ വെള്ളം തിളപ്പിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ആദ്യത്തെ ഒരു വാഷ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് വാഷിംഗ് ലിക്വിഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പം ഒട്ടും തന്നെ ഇതിലൊക്കെ ബട്ടറിൻ്റെ ഇതുണ്ടാവുമല്ലോ, എല്ലാ പാത്രത്തിലും ഉണ്ട്. അപ്പോൾ ബേക്കിംഗ് കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, ചൂടുവെള്ളം നല്ല തിളയ്ക്കുന്ന ബോയിലിംഗ് വാട്ടറിലാണ് വാഷ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നീറ്റാക്കി എടുക്കാം. എന്നാൽ അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഇതിനെ ബേക്ക് ചെയ്യാൻ കയറ്റിയിട്ട് ഞാനതെല്ലാം വാഷ് ചെയ്യുന്ന പരിപാടി വെള്ളം തിളപ്പിച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഓ, ചൂടായി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ സൗണ്ട് കേട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് വാവ് അത്യാവശ്യം ചൂടുണ്ട്. പ്രീ ഹീറ്റഡാണ്. പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് മാറ്റി ഉള്ളിലേക്ക് വെച്ചിട്ട് അടയ്ക്കുന്നു. ഇനി നമുക്ക് ആദ്യം ഒരു 15 മിനിറ്റ്സ് കൊടുക്കാം. 150 തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണേ. നോക്കാം. ഇതിപ്പോൾ മേളിലും താഴെയും കോയിലുണ്ട്. ഫസ്റ്റ് ഒരു 15 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ കോയിൽ കട്ട് ചെയ്തിട്ട് താഴത്തെ കോയിൽ മാത്രം ആക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ താഴത്തെ കോയിൽ ഓഫ് ചെയ്തിട്ട് മുകളിലത്തെ കോയിൽ മാത്രം ആക്കും. നോക്കാം. ഇതിപ്പോൾ ടോട്ടൽ 50 മിനിറ്റ് 45 to 50 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഫസ്റ്റ് 15 മിനിറ്റ്സിൽ 2 കോയിലും ടോപ്പ് ആൻഡ് ബോട്ടം ഓണാണ്. അടുത്ത 15 മിനിറ്റ്സിൽ നമുക്ക് മുകളിലത്തെ ഓഫ് ചെയ്തിട്ട് താഴത്തെ മാത്രം വയ്ക്കാം. 30 മിനിറ്റ്സ്. നെക്സ്റ്റ് 15 മിനിറ്റ്സ് നമുക്ക് നോക്കിയിട്ട് താഴത്തെ ഓഫ് ചെയ്തിട്ട് മുകളിലത്തെ മാത്രം. അതിൻ്റെ ഒരു പ്രോഗ്രസ് അനുസരിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, അത് വളരെ പ്രശ്നമാണ്. ഇതാണെങ്കിൽ കഷ്ടകാലത്തിന് ഇതങ്ങനെ ഭയങ്കരമായിട്ട് വിസിബിൾ അല്ല. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സ്മോക്കി ആയിട്ടാണ് ഇതിൻ്റെ ഗ്ലാസ്. കുറേ കഷ്ടപ്പെട്ടാൽ കാണാം, അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. അങ്ങനെ ഫൈനൽ മണി മുഴങ്ങി. ഇനി പുറത്തേക്ക് എടുക്കാം. വാവ്, യെസ്. അങ്ങനെ നമ്മുടെ കസ്റ്റേർഡ് ലോഫ് കേക്ക് ഈസ് റെഡി. ഇത് ഏകദേശം ഒരു 2 കിലോയെങ്കിലും വരും കേക്കെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഹെവിയാണ്. ആൻഡ് ഇതിലെ പ്രത്യേകത ഇനി ഞാൻ കഥ പറയാം. ഓക്കെ, ഇതൊന്ന് കുത്തി കാണിക്കാം. ദാറ്റ് ഇടയ്ക്ക് ഞാൻ ഒരു 45 മിനിറ്റ്സൊക്കെ ആയപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കിയിരുന്നു. ഒന്നുമില്ല. ഓക്കെ, ക്ലീൻ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ലൂഫ് കേക്ക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, വെരി നൈസ്. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര സമയം എടുത്തു എന്ന് ഞാൻ പറയട്ടെ. അതായത് ഇതിൻ്റെ കഥ പറയാമെന്ന് പറഞ്ഞാൽ ഇത് എത്ര സമയം എടുത്തു. അതായത് ഈ മോർഫി റിച്ചാർഡ്സിൽ ഇത് കുറച്ച് ഹെവി കേക്കാണ്. കാര്യം ഇതൊരു വലിയ ഏകദേശം ഒരു 1.5 കിലോ എങ്കിലും വരണം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ 15 to 30 മിനിറ്റ്സ് ഞാൻ മേളിലും താഴെയും 2 കോയിലും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴത്തെ കോയിൽ മാത്രമായിരുന്നു അടുത്ത ഹാഫ് ആൻ അവർ. പിന്നെ ഒരു 15 മിനിറ്റ് മുകളിലത്തെ
കോയിലും കൂടി ഓൺ ചെയ്തിട്ട് അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഫൈനൽ രീതിയിൽ വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഉൾഭാഗം നല്ല വേഗവും വേണം. ആദ്യം ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുമ്പോൾ നമ്മൾ കുത്തി നോക്കുമ്പോൾ അകം വേകുന്നത് ആയിട്ടുണ്ടാവില്ല, പക്ഷേ മേളിൽ ക്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ സിറ്റുവേഷനിലാണ് താഴത്തെ കോയിൽ മാത്രമായിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളതൊക്കെ നല്ല വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി പിടിക്കുക. അങ്ങനെ ഒരു നെറ്റിൻ്റെ മുകളിലാണ് ഇത് ഡിമോൾഡ് ചെയ്ത് വയ്ക്കേണ്ട കാര്യം. എന്നാൽ നല്ലതായിട്ട് തണുത്ത അടിഭാഗമൊക്കെ നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടും. ഇവിടെ നെറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഏത് ഭാഗത്താണെന്നാണ് ഇപ്പോൾ ഒരു സംശയം. നോക്കട്ടെ. വയർ റാക്ക്, ഇങ്ങനെ ഒരു വയർ റാക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം ഇത് താഴെ നിന്ന് നല്ല എയർ സർക്കുലേഷൻ കിട്ടും. അപ്പോൾ ആ ഭാഗം കൂടി വരുമ്പോൾ കറക്റ്റായിട്ട് സെറ്റാവും. ഓക്കെ, യെസ്, വാവ്, മൈ ഗോഡ്, ഒരു അടിപൊളി ലോഫ് കേക്ക് ഈസ് റെഡി. സത്യം പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ സമയം കൊടുക്കണം കേട്ടോ തണുക്കാനെല്ലാം. എൻ്റെ ഒരു അമിതാവേശത്തിൽ ഞാൻ വെരി സ്പോഞ്ചി. നോക്കിയാൽ തൊടുമ്പോൾ തന്നെ അറിയാം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. വാവ്, വാട്ട് എ കളർ! കൃത്യമായിട്ടുള്ള കളറും ടെക്സ്ചറും എല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മൾ കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഇപ്പോൾ തോന്നുന്ന കണ്ടീഷൻ. ഓക്കെ, ഇതിപ്പോൾ താഴെ നിന്നും മേളിൽ നിന്നും എയർ കിട്ടും, സർക്കുലേഷൻ, അങ്ങനെ ഇത് കൂളാകും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് കസ്റ്റേർഡ് ലോഫ് കേക്ക് ഇസ് റെഡി. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? വാവ്! ഇത് ശരിക്കും നന്നായിട്ട് തണുത്തിട്ടാണ് ഇത് മുറിക്കേണ്ടത്, എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ ഒരു ചൂടിൽ തന്നെ ഞാൻ മുറിക്കാം, കുഴപ്പമില്ല, പക്ഷേ ചിലപ്പോൾ പൊടിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ലെറ്റ് us see. ആക്ച്വലി ഒട്ടും തണുത്തിട്ടില്ല. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നിങ്ങളിത് സ്ലൈസ് ചെയ്യാവുള്ളൂ. നമ്മൾ ബ്രെഡൊക്കെ മുറിക്കുന്ന പോലെ തന്നെ ചെയ്യാം. ഇതുപോലെ ഒരു നൈഫ് ഉണ്ടെങ്കിൽ നല്ലതാണ്. സൈഡ്സ് ഇങ്ങനെ അരം പോലെ ഇരിക്കുന്നത്. വാവ്, ഓക്കെ, ടെക്സ്ചർ നല്ല സ്പഞ്ച് പോലെ ഉണ്ട്, സ്പഞ്ച് കേക്ക് പോലെ. ചൂട് കേക്ക് എന്നൊക്കെ പറയും. യെസ്, ദിസ് ഇസ് ഇറ്റ്. ആവി പറക്കുന്നു. ഒരിക്കലും തണുക്കാണ്ട് കട്ട് ചെയ്യരുത്, നോട്ട് അഡ്വൈസബിൾ. ബട്ട് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിത് ചെയ്തേ ഉള്ളൂ. അതിൻ്റെ അകത്തെ ടെക്സ്ചറും സോഫ്റ്റ് ആൻഡ് സ്പഞ്ച്, ഒരു സ്പോഞ്ചി ടെക്സ്ചറാണ്. ഒരു യെല്ലോ കളർ എന്താ അറിയോ? നമ്മുടെ കസ്റ്റേർഡിൻ്റെ കളറാണ്, വാനില ഫ്ലേവേർഡ്. ഇനി നിങ്ങൾ പിങ്ക് സ്ട്രോബെറി കസ്റ്റേർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പിങ്ക് കളറിലെ ഷെയ്ഡിലുള്ള കേക്ക് കിട്ടും. എന്തായാലും മുറിച്ച സ്ഥിതിക്ക് ചൂട് കേക്ക് സ്വാദ് നോക്കട്ടെ. യെസ്, നോക്കിക്കോളൂ. ആവി പറക്കുന്ന കേക്ക്, അതാണ് ഇപ്പോഴത്തെ സ്പെഷ്യൽ. യമ്മി യമ്മി, പറയാൻ വാക്കുകളില്ല. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഡെഫിനറ്റ്ലി ഇത് ഉണ്ടാക്കി നോക്കണം, മറക്കരുത് കേട്ടോ. എക്സലൻ്റ് മീൻസ് വെരി വെരി നൈസ്. ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം കൃത്യമായി പാലിക്കുക. നിങ്ങളെല്ലാ കാര്യങ്ങളും അതേപോലെ ശ്രദ്ധാപൂർവ്വം ചെയ്താൽ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതൊരു വലിയ ലോഫാണ്. ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറിയ ലോഫ് ടിന്നിൽ ചെയ്താൽ 2 ലോഫ് കേക്കിന് ഉള്ള ബാറ്റർ ഉണ്ട് ഇത്. ഓക്കെ, അങ്ങനെ ചെയ്താലും മതി. അത് പ്രത്യേകിച്ച് അലങ്കാരങ്ങളും ഐസിങ്ങും ഒന്നും ആവശ്യമില്ല, ഫ്രോസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബട്ടർ ഐസിങ് ഒന്നും വേണ്ട കേട്ടോ. പ്ലെയിൻ ഫ്രോസ്റ്റിങ് എന്തെങ്കിലും വേണമെങ്കിൽ, ഒരു ഷുഗർ ഫ്രോസ്റ്റിങ് വെറുതെ വേണമെങ്കിൽ കൊടുക്കാം, പേരിന് വേണ്ടി മേളിലിങ്ങനെ ഐസിങ് ഷുഗറും നാരങ്ങാ നീരും വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയൊരു ക്രസ്റ്റ് ഫോം ചെയ്ത് കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷെ അത് വേണ്ട. ഇതിങ്ങനെ ഒരു ടീ കേക്കെല്ലാം കഴിക്കുന്നതിൻ്റെ ഒരു ലാഘവത്തോടു കൂടി കഴിക്കാം. പക്ഷേ ഇതിന് ഭയങ്കര സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്.
സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെല്ലാം പല സ്ഥലത്താണ്, ഞാൻ എൻ്റെ അടുക്കളയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളത് ട്രൈ ഔട്ട് ചെയ്തിട്ട് സ്വാദ് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. തീർന്നിട്ടില്ല, നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇനിയുണ്ട്. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. ലവ് യു.